അവഗണനകളിൽ നിന്നും ഉപനായക സ്ഥാനത്തേക്ക് കുതിച്ച് സഞ്ജു സാംസൺ. കഴിഞ്ഞ T20 ലോകകപ്പിലെ ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസണ് ഇന്ത്യ സിംബാബ്വെ മൂന്നാം T20 മത്സരത്തിൽ ഉപനായക സ്ഥാനത്തേക്കാണ് സ്ഥാനക്കയറ്റം ലഭിച്ചത്. നായകനായി ശുമാൻ ഗില്ലും ഉപനായകനായി സഞ്ജു സാംസണുമാണ് മൂന്നാം T20 മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത്. ക്യാപ്റ്റൻസിയിൽ ശുമാൻ ഗില്ലിനേക്കാളും മുൻപിൽ നിൽക്കുന്ന താരം തന്നെയാണ് സഞ്ജു സാംസൺ എന്ന് പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ്. IPL മത്സരങ്ങളിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി മികവ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തതിലൂടെ ഇനി വരുന്ന T20 മത്സരങ്ങളിലെല്ലാം സഞ്ജു സ്ഥിര സാന്നിധ്യമായി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഋതുരാജ് ഗെയ്ക്വാദിനെ മറികടന്ന് സഞ്ജു സാംസണ് ഉപനായക സ്ഥാനം നൽകിയത് പരിശീലകനായി ഗംഭീർ തെരഞ്ഞെടുത്തതിന് പിന്നാലെയുള്ള തരംഗമാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിൽ സഞ്ജു സാംസണ് ഉപനായക സ്ഥാനം ലഭിച്ചത് വളരെ ശുഭപ്രതീക്ഷയായിട്ടാണ് സഞ്ജു സാംസൺ ആരാധകർ കരുതപ്പെടുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 ക്രിക്കറ്റുകളിൽ നിന്നും വിരമിച്ച സാഹചര്യത്തിൽ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ടീമിന്റെ ഫുൾ ടൈം ക്യാപ്റ്റൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാവാൻ എന്തുകൊണ്ടും അനുയോജ്യനായ താരം തന്നെയാണ് സഞ്ജു സാംസൺ. 2015 സിംബാബ്വെക്കെതിരെ തന്നെയാണ് സഞ്ജു സാംസൺ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി നീലക്കുപ്പായത്തിൽ ഇറങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ചില കളികളിൽ അവസരം ലഭിച്ചും പല കളികളിൽ അവസരം ലഭിക്കാതെയും കാലം അങ്ങോട്ട് കുറെ മുന്നോട്ട് പോയിരിക്കുന്നു. നീണ്ട 10 വർഷത്തെ കരിയറിൽ വെറും 26 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്കായി കളിക്കാൻ സഞ്ജു സാംസണ് ഇതുവരെ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്കായി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കളിക്കാരനെയും വേദനിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണത്. പല ടൂർണമെന്റുകളിലും സെലക്ട് ചെയ്യപ്പെട്ടിട്ടും ഇന്ത്യൻ ടീമിലെ പൊളിറ്റിക്സും ഫേവറിസവും കാരണം പുറത്തിരിക്കേണ്ടി വന്ന താരമാണ് സഞ്ജു സാംസൺ. പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ വരുമ്പോൾ ഇനിയുള്ള T20 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ സ്ഥിര സാന്നിധ്യമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി വരുന്ന T20 മത്സരങ്ങളിൽ സഞ്ജു സാംസണ് തന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.